ശ്രീ രഞ്ജിത്ത് രാജിവെച്ച് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു വ്യക്തി ഒരു സർക്കാരിന് വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി രാജിവെച്ചു പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ സാംസ്കാരിക മന്ത്രിയുടെ രാജിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണോ ആ രാജി ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ കേരളത്തിലുണ്ടായ വലിയ രീതിയിലുള്ള സമരങ്ങളും പൊതുജന വികാരവുമുണ്ട്. ആ പൊതുജന വികാരത്തിൽ പേടിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ രഞ്ജിത്തിന് രാജിവെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ തലപ്പത്ത് നിന്നാണെങ്കിലും ശ്രീ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാറി നിൽക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ 2 വനിതകളായ ഈ നടിമാർ അല്ലെങ്കിൽ ശ്രീ ബംഗാളി നടി ഉൾപ്പെടെയുള്ളവർ അവർ വളരെ ആർജവത്തോടു കൂടി ധൈര്യത്തോടു കൂടി പറഞ്ഞതുകൊണ്ട് കേരളം ഇത് കേട്ടു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു എക്സ് ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിൽ വാട്സപ്പ് മെസ്സേജുകളും അതുപോലെ തന്നെ തെളിവുകളും കൊടുത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല നടിമാരും മൊഴി കൊടുത്തിട്ടുള്ളത്. ആ മൊഴി കൊടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം കോൾഡ് ഫ്രീസറിൽ വെച്ച ഒരു സർക്കാർ. അതുമാത്രമല്ല, അത് പുറത്തിറക്കിയപ്പോൾ പോലും വിവരാവകാശ കമ്മീഷനിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞത്ര പേജുകൾ കൊടുക്കാതെ 15 പേജുകളോളം കൂടുതൽ മുക്കിയ ഒരു സർക്കാർ. ഇനി അതും മാത്രമല്ല, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, മെയിൻ റെക്കോർഡ്സിലൊക്കെ തന്നെ മൊഴി കൊടുത്തവരുടെ പേര് വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൽ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ സീക്രസിയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ കൃത്യമായി ജസ്റ്റിസ് ഹേമ എഴുതി വെച്ചിട്ടുണ്ട്. ആ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ പേര് പുറത്തു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വിടില്ല എന്ന് പറഞ്ഞ സർക്കാർ. അപ്പോൾ ആ സർക്കാരിനെതിരെ കൂടുതൽ ആളുകൾ പുറത്തു വരുന്നതാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് സർക്കാർ ഇത്ര അമാന്തിച്ചത്? ആ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ ആ ശുപാർശകളിന്മേലുള്ള സെക്ഷൽ അസോൾട്ടിൽ പോലീസിനെ വെച്ച് FIR രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയധികം ഈ വിഷയം പോകില്ലായിരുന്നല്ലോ. സർക്കാരിൻ്റെ മേൽ ഇത്ര പഴിചാരേണ്ട ഒരു സ്ഥിതിവിശേഷം നമുക്ക് വരില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ശ്രീ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം വന്നതിൻ്റെ പിറ്റേന്നാൾ രാവിലെ കൊച്ചുവെളുപ്പാൻ കാലത്ത് നിങ്ങൾ ആലോചിക്കണം, ശ്രീ സജി ചെറിയാൻ ഒരിക്കലും ആ സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. ആ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണ്? ശ്രീ രഞ്ജിത്ത് ഇത് നിഷേധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നടക്കാൻ സാധ്യതയില്ല എന്നാ പറയുന്നത്. അറിയപ്പെടുന്ന സംവിധായകനുമാണ്. ഏത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിന് മറുപടിയായി ആ ബംഗാളി നടി പറഞ്ഞ കാര്യം കഴിവുള്ളവരൊക്കെ നല്ലവരാകണം എന്നുള്ളതില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന നടന്മാർ എന്ന് പറഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ നടനം നടത്താൻ കഴിവുള്ളവരാണ്. അവർക്ക് നല്ല രീതിയിൽ പെരുമാറാൻ അറിയാം, സംസാരിക്കാൻ അറിയാം, നമ്മളോട് ഉപദേശിക്കാൻ അറിയാം. പക്ഷേ ഇവരുടെ യഥാർത്ഥ ചെയ്തികൾ പലരും ഇങ്ങനെ വന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ശ്രീമതി മൽഹാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ഇത്രയും നേരം ആദ്യത്തെ 5 മിനിറ്റ് വളരെ കൃത്യമായി ഒരു നല്ല നന്മയുള്ള ലോകം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ നന്മയുള്ള ലോകത്തിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെതിരെ തന്നെ ഒരു ആരോപണം വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വളരെ പ്രതികരിച്ച ഒരാൾ വന്നിരിക്കണം, മാത്രമല്ല ഇതിനെതിരെ സംസാരിച്ച ഒരാൾ വന്നിരിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ എത്ര എഫോർട്ട് എടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഒരു 10 മിനിറ്റ് കിട്ടുന്നത് എന്നറിയോ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായി, അദ്ദേഹം അതിന് പ്രതികരിക്കേണ്ടതുണ്ട്. ഇപ്പൊ അമ്മയെന്ന് ആരും വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കഷ്ടമല്ലേ? അതായത് ഇതിനകത്ത് അമ്മ എന്ന സംഘടനയിൽ ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ആ സംഘടനയിലെ മുഴുവൻ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ആ ഒരു സംഘടന എന്നുള്ളതിൽ ആ സംഘടന ഇതിനകത്ത് എല്ലാം പാപം പേറണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പറയുന്ന ആ 15 അംഗ പവർ കമ്മിറ്റിയുണ്ട്, അല്ലെങ്കിൽ പവർ മാഫിയുണ്ട്. ആ മാഫിയാണ് അമ്മ നിയന്ത്രിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ അമ്മ എന്ന സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചു. സംഘടനയിൽ നിന്ന് വിളിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ആരോപണം കേൾക്കേണ്ടി വരുന്നത്. ഇതിന്റെ യഥാർത്ഥ സൊല്യൂഷൻ എന്താണ് മാധു? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ. ഇപ്പോൾ ഈ നടിമാർക്കൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് വന്നു പറയാൻ എത്രമാത്രം മെന്റൽ ട്രോമ ഉണ്ടാവും. അവർ ഈ ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് മാധ്യമങ്ങളിൽ വന്ന് അവർ നേരിട്ട ഒരു വിപത്തിനെ കുറിച്ച്, ഒരു അക്രമത്തെക്കുറിച്ച് പറയാൻ അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും. പക്ഷേ ഒരു കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ അവർക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയാൽ ഇവർ ഒരു വിക്ടിംസ് ആണ്, ഇവരുടെ പേര് പുറത്ത് വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഈ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? സർക്കാർ യഥാർത്ഥത്തിൽ ഇരകളുടെ കൂടെയാണെങ്കിൽ യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ മതി. ഈ പേരുകളൊന്നും പുറത്തു വരാതെ തന്നെ കുറ്റക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അവരെ നിയമപരമായ നടപടിയിലേക്ക് പോകാൻ സാധിക്കും. അത് സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം.